പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനാപൂർവം കുർബാന അനുഭവ ധ്യാനത്തിന്റെ 25ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. കുർബാന അനുഭവമായി മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വന്നത്. അതായത് കുർബാന ഒരു ചടങ്ങായി മാറാതിരിക്കണമെങ്കിൽ മനസ്സാകുന്ന മാളികമുറി നമ്മൾ നന്നായിട്ട് ഒരുക്കണം. ഞാനതുകൊണ്ടാണ് കുർബാനയിലെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുവാൻ 2 ദിവസമായി എൻ്റെ മനസ്സ് തുടങ്ങിയെങ്കിലും ഞാനത് ബലം പിടിച്ച് ഒരു ദിവസം കൂടി നിർത്തി. കാരണം ഈ മനോഭാവം നമ്മൾ നേരെയാക്കണം. പ്രാർത്ഥനയുടെ അർത്ഥം വിശദീകരിക്കുക എനിക്ക് എളുപ്പമാണ്, നിങ്ങൾക്കും അത് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഹൃദയം ഒരുങ്ങുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾക്ക് ഒരു അനുഭവം നമുക്ക് തരികയില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. നമ്മുടെ അനുരഞ്ജനത്തിൻ്റെ ഹൃദയം നമുക്കുണ്ടാകണം, സ്വാർത്ഥത പാടില്ല, പിന്നെ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയണം. അതായത് ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുത്തി അധികാരികളെയും മുതിർന്നവരെയും ഒക്കെ അനുസരിച്ച് നമ്മൾ വരണമെന്നാണ്. ഇന്ന് പറയാൻ പോകുന്നത് എളിമയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ, അഹങ്കാരം മാറ്റി എളിമ നിറച്ചെങ്കിൽ മാത്രമേ കുർബാന നമുക്ക് അനുഭവമായി മാറുകയുള്ളൂ എന്ന ഒരു ആത്മീയ ചിന്തയാണ്. ഈശോ നമ്മോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്, ചൊല്ലുവിൻ എന്നല്ല പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അപ്പോൾ കുർബാന ചൊല്ലുവാനുള്ളത് മാത്രമല്ല, ചൊല്ലുന്നുണ്ട് തിരുക്കർമ്മം, അത് സഹീവൻ മാളികയിൽ നടന്നതാണ്. പക്ഷെ കാൽവരിയിലല്ലേ ബലി പൂർത്തിയായത്? അവിടെ എന്തോ ഒക്കെ ചെയ്യാനുണ്ട്. ബലിയർപ്പകൻ ബലിവസ്തുവായി മാറിയെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം. ഇനി എന്താണ് ചെയ്യാൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ സഹീവൻ മാളികയിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ഒന്ന് പോകാം. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13ാം അധ്യായത്തിലാണ് സഹീവൻ മാളികയിൽ ഈശോ കുർബാന സ്ഥാപിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സമാന്തര സുവിശേഷകന്മാരായ മത്തായി, മർക്കോസ്, ലൂക്ക എന്നിവർ ഈശോ ശിഷ്യന്മാരോടൊപ്പം കുർബാന സ്ഥാപിച്ച സംഭവം, ആ രംഗം, സഹീവൻ മാളികമുറി, ശിഷ്യന്മാരെ വിടുന്നു, അവരൊരുങ്ങുന്നു, ഇതൊക്കെ ഈശോ വന്നിട്ട് അപ്പമെടുത്ത് വാഴ്ത്തുന്നു, അത് മുറിച്ച് അവർക്ക് കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാനല്ലേ കാൽവരി വരെ എത്തിയത്? യോഹന്നാനാണ് ഈശോയുടെ വക്ഷസിൽ ചാരിക്കിടന്ന് അവസാനം അമ്മയുടെ കൂടെ താമസിച്ച് ദൈവിക രഹസ്യങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞാണ്. ഈ യോഹന്നാൻ കുർബാന സ്ഥാപന വിവരണം എങ്ങും ചേർത്തിട്ടില്ല. കുർബാന സ്ഥാപന വിവരണം ചേർക്കേണ്ട സ്ഥാനത്ത് യോഹന്നാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതാണ് യോഹന്നാന്റെ സുവിശേഷം 13ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സംഭവം. അപ്പോൾ അത് തരുന്ന സന്ദേശം എന്താണ്? ഇത് ചൊല്ലുവാനുള്ളത് മാത്രമല്ല, എന്തോ ഒക്കെ ചെയ്യുവാൻ കൂടി ഉള്ളതാണ്. ഇനി നമ്മളതിൻ്റെ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടി ഈശോ വന്ന് കുർബാന സ്ഥാപിച്ച ആ സംഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈശോ 2 ശിഷ്യന്മാരെ മുൻകൂട്ടി അയച്ചുവെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അതായത് യൂദാസ് മുൻകൂട്ടി ഈശോയെ ഒറ്റിക്കൊടുത്ത് കുർബാന സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി സ്ഥലം പോലും പറയാതെ എങ്കിലും മർക്കോസിന്റെ മനോഹരമായ മാളികമുറി ഒരുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു വൈകുന്നേരം ദിവസം തുടങ്ങുന്ന സമയത്താണെന്ന് ഓർമ്മിച്ചുകൊള്ളൂ. അവർക്ക് വൈകുന്നേരമാണല്ലോ ദിവസം തുടങ്ങുന്നത്. ഈശോ ചൊല്ലുകയാണ്. ശിഷ്യന്മാരെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈശോ ഗുരുവായ ഈശോ അങ്ങോട്ട് ചെന്നപ്പോൾ, ആ മാളികമുറിയിലേക്ക് ചെന്നപ്പോൾ നിങ്ങൾ ഭാവനയിൽ കാണാം, ഈ ശിഷ്യന്മാരെല്ലാം താഴേക്ക് മുഖം കുനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫിസിക്സ് ഒരു ക്ലാസ്സിലേക്ക് അധ്യാപിക വരുമ്പോൾ കുട്ടികൾ പലപ്പോഴും അധ്യാപകന്റെ മുഖത്തേക്ക് നോക്കുകയില്ല, അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. ചോദിച്ചാൽ ചോദ്യം ചോദിക്കും, മുഖത്തേക്ക് നോക്കിയാൽ ചോദ്യം ചോദിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ശിഷ്യന്മാരാരും മുഖത്തേക്ക് നോക്കിയില്ല. മുഖത്തേക്ക് നോക്കിയാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? പെസഹ ഭക്ഷിക്കുന്നതിന് തൊട്ടു മുൻപ് അവിടെ ഒരു അടിമ എല്ലാ വീട്ടിലുമുണ്ട്. ആ അടിമ കാല് കഴുകണം. അപ്പോൾ ഓരോരുത്തരുടെയും കാല് കഴുകണം. അപ്പോൾ ഈശോയുടെ മുഖത്തേക്ക് ആരെങ്കിലും നോക്കിയാൽ അയാൾ കാല് കഴുകേണ്ടി വരും, അയാൾ അടിമയുടെ സ്ഥാനത്തേക്ക് താഴേണ്ടി വരും. അവർ തൊട്ടു മുൻപ് വരെ എന്താണ് തർക്കിച്ചിരുന്നത്? ആരാണ് വലിയവൻ? അപ്പോൾ പാദങ്ങൾ കഴുകിയാൽ ഉറപ്പാണ് അയാൾ ഒരിക്കലും 1ാം സ്ഥാനക്കാരനല്ല, 2ാം സ്ഥാനക്കാരനല്ല, ഏറ്റവും താഴെയുള്ള സ്ഥാനത്തേക്ക് വരും. അതുകൊണ്ടാണ് അവരാരും മുഖത്തേക്ക് നോക്കാതിരുന്നത്. ഈശോ എന്ത് ചെയ്തു?
താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നിട്ട് പറയുന്നുണ്ട്, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർമ്മിക്കണം, എന്താണ് പരസ്പരം പാദങ്ങൾ കഴുകാനുള്ള എളിമ ഉണ്ടെങ്കിൽ മാത്രമേ കുർബാന നമുക്ക് അനുഭവമായി മാറുകയുള്ളൂ. ഇവിടെ ഒരു രംഗം കൂടി നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ നമ്മൾ എളിമയുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നു, എല്ലാവരും എളിമയോടുകൂടി തല കുനിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ആത്മീയ സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും അവരവരുടെ കാലുകൾ ഈശോയുടെ മുൻപിലേക്ക് നീട്ടിവെച്ചു. കാരണം ഈശോയല്ല കഴുകുന്നത്, സന്തോഷമാണ്. പത്രോസ് മാത്രം കാല് പിൻവലിച്ചു. അപ്പോൾ നമുക്ക് പത്രോസിനെ കുറിച്ച് മാത്രമേ അഭിപ്രായം തോന്നുകയുള്ളൂ. അങ്ങ് എൻ്റെ പാദങ്ങൾ കഴുകരുത്, ഞാൻ ഒരു സാധാ ശിഷ്യനാണ് എന്നൊക്കെയാണ് പത്രോസ് പുറമേ പറയുന്നത്. ഇതേക്കുറിച്ച് പഠിച്ച ഇപ്പോൾ വിശ്രമിക്കുന്ന ബെനഡിക്റ്റ് 16 പാപ്പ, അന്ന് കാർഡിനൽ റാറ്റ്സിംഗർ ആയിരുന്നു, ജോൺ ബോൾ പാപ്പായെ 2002 ധ്യാനിപ്പിച്ചപ്പോൾ ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് കൊടുത്ത വ്യാഖ്യാനം രസകരമാണ്. ബെനഡിക്റ്റ് പാപ്പ പറയുന്നത്, ഈ പത്രോസ് കാല് പിൻവലിച്ചത് സത്യത്തില് ഈശോ പാദം കഴുകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ബാക്കി 11 പേരും താനും ഒരുപോലെ ആകരുത്. അതായത് പത്രോസിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഒന്നുകിൽ എൻ്റെ പാദങ്ങൾ മാത്രം കഴുകി എന്നെ ഉയർത്തി കാണിക്കണം, അല്ലെങ്കിൽ ബാക്കി 11 പേരുടെ പാദങ്ങൾ കഴുകി എൻ്റേത് കഴുകാതെ എന്നെ മാറ്റി നിർത്തണം. എന്നിട്ട് ഈ റാറ്റ്സിംഗർ എന്ന കർദിനാള് അന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത ജോൺ ബോൾ പാപ്പായുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുവെന്നാണ് പറയുന്നത്, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പാദങ്ങളിൽ അഹങ്കാരത്തിന്റെ പൊടികൾ ഉണ്ടോ എന്ന് അങ്ങ് നോക്കണം. പ്രിയപ്പെട്ടവർ, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അഹങ്കാരമില്ല എന്ന് നാം വിചാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. നിങ്ങൾ ഓർമ്മിക്കണം, ഈശോ ഒരു അടിമയെ പോലെ താഴുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മത്തായി സുവിശേഷത്തിൽ ആ വെള്ളിക്കാശ് 30 വെള്ളിക്കാശ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 30 വെള്ളിക്കാശ് ഒരു അടിമയുടെ വിലയാണ് എന്ന് സക്കറിയായുടെ പുസ്തകം 11 അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒരു അടിമയുടെ മതിപ്പ് വിലയാണ് എന്ത്? 30 വെള്ളിക്കാശ്. അല്ലെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 21 അധ്യായത്തിന്റെ 32 വാക്യത്തിൽ പറയുന്നുണ്ട്, ദാസനെയോ ദാസിയെയോ കുത്തി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ, ആര്? ഒരു കാള കുത്തി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന്, കാളയുടെ ഉടമസ്ഥന് 30 ഷെക്കൽ വെള്ളി കൊടുക്കണം, കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 വചനഭാഗങ്ങൾ പറഞ്ഞത് ഒരു അടിമയുടെ മതിപ്പ് വിലയാണ് എന്ത്? 30 വെള്ളിക്കാശ്. അപ്പോൾ ഈശോ അടിമയെ പോലെ താഴ്ന്ന് അവരുടെ പാദങ്ങൾ കയ്യ ശേഷമാണ് സിഹിയോൻ ശാലയിൽ അന്ന് കുർബാന സ്ഥാപിച്ചത്, പിന്നെ കാൽവരിയിലേക്ക് യാത്ര ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് തരുന്ന ആത്മീയ സന്ദേശം. നമ്മൾ പലപ്പോഴും എന്താണ്, അഹങ്കാരം നിറഞ്ഞ മനസ്സോടുകൂടി ഐ ആം സംതിങ്, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്തയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ആ കുർബാന നമുക്ക് അനുഭവമായി മാറുകയില്ല. നമ്മളതുകൊണ്ട് നാളെ മുതൽ കുർബാനയുടെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്തു ചെയ്യണം? ഈ പറഞ്ഞ മനോഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ സത്യത്തിൽ എളിമയുണ്ടോ? നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തന്നെ പരിശോധിച്ച് നോക്കാം. എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ആത്മീയാനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടു മുൻപ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എളിമപ്പെടുത്തുന്ന അനുഭവം നമുക്കുണ്ടാകും. ഒരു ദിവസം നിങ്ങൾ തലേ ദിവസം വൈകുന്നേരം കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുന്ന സമയത്ത് എളിമപ്പെടാനായിട്ട് ഒരു അവസരം, അത് സമർപ്പിതർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും. കാരണം എന്താണ്? ഈ എളിമപ്പെട്ട ശേഷം അവിടെ നമ്മൾ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ ആ കുർബാന നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യേശയ്യ 66:2 നമുക്കറിയാം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. വിശുദ്ധി പ്രിയപ്പെട്ടവരെ ഉയരലല്ല, ഉയർത്തലാണ്. നാം എന്തുമാത്രം സ്വയം ഉയരാൻ ശ്രമിച്ചാലും, എന്തുമാത്രം കുർബാനയെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി നല്ല കുളിച്ച് ഒരുങ്ങി കുർബാനയ്ക്കായിട്ട് പോയാലും കുർബാന നമ്മെ തൊടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? മനസ്സിൽ അഹങ്കാരമുണ്ട്, മനസ്സിൽ എളിമ ഇല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് എപ്പോഴും ഓർമ്മിക്കണം.
ഇത് ഏതു തരത്തിൽ നോക്കുമ്പോഴും ദൈവമേ, വിശുദ്ധന്മാരൊക്കെ അത് പറയുന്നുണ്ട്. എപ്പോഴും ഫിലിപ്പിനേര് പറയുന്നുണ്ട്, കർത്താവേ എൻ്റെ മേലൊരു കണ്ണ് വേണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കൽപ്പനകളും ലംഘിച്ചേക്കും എന്ന് പറഞ്ഞാൽ അത്രമാത്രം എളിമയോടുകൂടി നിന്നതുകൊണ്ടാണ്. ഈശോ തന്നിൽ നിന്നും പഠിക്കണമെന്ന് പറഞ്ഞ ഏക പുണ്യം എന്ന് പറയുന്നത് എളിമയാണ്. അത് മത്തായി സുവിശേഷം 11:28 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരും വലിയ മനുഷ്യരും ഒക്കെ ഇങ്ങനെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ മാർപ്പാപ്പ ആയതിനു ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കൊച്ചച്ഛൻ്റെ കുർബാനയ്ക്കായിട്ട് ചെന്നപ്പോൾ ആ കൊച്ചച്ഛനെ പ്രധാന കാർമ്മികനായി മെയിൻ സെലബ്രൻ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷമാണ് കുർബാന അർപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് എന്തുമാത്രം എളിമ കടന്നു വരുന്നുവോ അത്രമാത്രം നമ്മുടെ ഉള്ളിൽ ആത്മീയ അനുഭവം കിട്ടുമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. 119 സങ്കീർത്തനത്തിൻ്റെ 117 വാക്യത്തിൽ തന്നെയാണ്, ദൈവമേ, ഞാൻ സുരക്ഷിതനായി ജീവിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിന് വേണ്ടി എന്നെ താങ്ങി നിർത്തണമേ എന്ന് മനോഹരമായ ഒരു വചനമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുർബാനയിലെ പ്രാർത്ഥനകൾ പഠിക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ മനസ്സിൻ്റെ തലങ്ങളിലുള്ള ഈ ഒരുക്കം, അതായത് ഞങ്ങളുടെ ഉള്ളിൽ നിന്നും സ്വാർത്ഥത മാറ്റി ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറച്ചുകൊണ്ട് ഞങ്ങൾ അനുസരണശീലമുള്ളവരായി ഒപ്പം എളിമപ്പെട്ടുകൊണ്ട് കുർബാനയ്ക്കായിട്ടൊരുങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമയെന്ന ആ വലിയ പുണ്യം എല്ലാ മക്കൾക്കും കൊടുത്തുകൊണ്ട് കർത്താവെ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നാളുകളിൽ കർത്താവെ ഈ ധ്യാനത്തെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും കർത്താവെ ഓരോരുത്തരെയും കുർബാനയിൽ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളുണ്ടെങ്കിൽ അത് മാറുവാൻ, അവരുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചകളുണ്ടെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ ഒരു അടയാളമായിട്ട് കൊടുക്കണമേ. അടയാളം കിട്ടിയാൽ കുറെ കൂടി കുർബാനയെ സ്നേഹിക്കുവാനുള്ള ഹൃദയം അവർക്ക് കിട്ടുമല്ലോ. മനസ്സിൽ നിന്നും അഹങ്കാരമെന്ന ആ മൂലപാപം പിഴുതുമാറ്റി എളിമ നിറയ്ക്കുവാൻ കർത്താവെ ഞാൻ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഈ മക്കളെ എല്ലാം മുദ്ര ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യേശുപ്പ പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.